ഹാപ്പി ബർത്ത്ഡേ മോനും. ആ രാഘവ പറ. ചന്ദ്രേട്ടാ ആ വീട്ടിലുണ്ടോ? ഞാൻ വീട്ടിലുണ്ട്. ഇല്ല, ഇന്ന് പുറത്തോട്ടൊന്നും പോയില്ലേ? പുറത്തോട്ടൊന്നും പോവാൻ തോന്നിയില്ല. ഇന്ന് മോന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ടൊരു ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഡെസ്പായിട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? സംഭവിക്കാനുള്ള എന്തായാലും സംഭവിച്ചു. ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറെ കാലമായില്ലേ. ആ, ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് നേരിട്ടൊന്ന് കാണണം. നമുക്ക് ആ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാൻ പറ്റും. ശരി 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 ഓക്കെ. എന്താടേ ഇത്? എഴുന്നേക്ക്, എഴുന്നേറ്റ് പോയി ഒന്ന് ഫ്രഷ് ആവും. രാഘവ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ മനുഷ്യനെ നീ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. ചെല്ല്, പോയി ഫ്രഷ് ആയിട്ടോ. പറയുന്ന കേക്ക്. ഇന്ന് ആദ്യത്തെ പിറന്നാളായിരുന്നല്ലേ? രാഘവ, ദേ ഇത് നോക്കിയേ. ഈ റിപ്പോർട്ടിൽ ഈ പോർഷൻ വായിച്ചാൽ തന്നെ അറിയാം എൻ്റെ മോൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ലെന്ന്. ഇതൊരു മർഡർ തന്നെയാണ്. അവനൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല. എന്ത് നിസ്സാര കാര്യങ്ങളുണ്ടെങ്കിൽ പോലും എന്നോട് ഷെയർ ചെയ്യുന്നേ. എത്ര ദൂരം പോയാലും എത്ര വൈകിയാലും എന്നെ വിളിക്കാതെ അവൻ ഉറങ്ങില്ല. അഥവാ ആത്മഹത്യ ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഞങ്ങളെ കുറിച്ച് ഓർക്കും. ആദ്യം പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നല്ലേ? അത് നിനക്കറിഞ്ഞൂടെ? നീ എടുത്തുകൊണ്ട് കിടന്ന കുഞ്ഞല്ലേ, അതിലൊക്കെ അവൻ വലിയ മിടുക്കനാ. എത്ര നേരം അളി വന്ന് നിൽക്കുന്നത് എൻ്റെ പൊന്നോ. ഞാൻ അപ്പഴേ പറഞ്ഞപ്പോഴേ വരണ്ടാന്ന്. ഉച്ചയായി വരുന്നു. നീ ഇത് എവിടെടാ? ഇത്ര പോസ്റ്റ് ആയെന്നറിയോ? അളിയാ സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. തിരക്കില്ല. എന്ത് തിരക്കാടാ? നിനക്കിപ്പോ ഒരു ജോലി പോലും ഇല്ലാണ്ട് ഇത്രയും തിരക്ക്. ജോലിയും കൂടെ ഉണ്ടെങ്കിൽ നീ ഭൂമി കറക്കി തേക്കുമല്ലോടാ. അല്ല, എന്താ നീ ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു? എടാ, എൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് പ്ലാൻ ഉണ്ട്. അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിയുന്നതാ. സ്റ്റാർട്ടപ്പ്? എന്റെ അച്ഛന്റെ പേര് കിടക്കൊരു ഓഡിറ്റോറിയം ഇല്ല, അത് നടക്ക്. ബാക്കി ബിസിനസ് അത് അച്ഛൻ്റെ അല്ല, എൻ്റെ അല്ലല്ലോ. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ അച്ഛൻ്റെ ബിസിനസ് ഞാൻ നോക്കി നടത്താം. എന്താ അച്ഛന്റെ ബിസിനസ്? ഫോട്ടോ സ്റ്റാറ്റ് കട. എന്റെ പൊന്നളിയ, അങ്ങനെ എങ്ങനെങ്കിലും കൊണ്ട് നടന്നോട്ടെ. നീ അത് കൈ വെക്കുവാണെങ്കിൽ അത് പൂട്ടുന്നല്ലാണ്ട് വേറെ ഒരു ഗുണമില്ല. നെഗറ്റീവ്. എന്താ നിന്റെ പ്ലാൻ? എടാ, എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി സ്കൂളിലത്തെ പിള്ളേർക്ക് ഒരു ലേണിംഗ് ആപ്പ്. ലേണിംഗ് ആപ്പാ? അതൊക്കെ ചവറ് കണക്കില്ല. അവർ പോലും ഇല്ല അളിയ. അല്ല, അങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യുവാണെങ്കിലും നീ ചെലവ് ചെയ്യേണ്ടത് ഇങ്ങനല്ല. പിന്നെ അതൊരു തണുത്ത റൂമില് തണുത്ത വെള്ളം, ഇങ്ങനെ പൊട്ടിച്ച് ചില്ല് കുപ്പി, ചില്ല് പിടിച്ചിട്ട് ചേച്ചൊക്കെ അടിച്ചിട്ട് അല്ലേ? ശരിയാക്കാം. ഹലോ അമ്മ, ഞാൻ എന്താ ഇവിടെ ഫ്രണ്ട്സിന്റെ കൂടെയാ. നീ ഒന്ന് ഇങ്ങ് വന്നേ. ഇപ്പോഴോ? എന്താ അത്യാവശ്യം? അതൊക്കെയുണ്ട്, നീ ഇങ്ങ് വാ പറയാം. ഞാൻ പോരാ. എന്താ? എടാ, അമ്മ വിളിച്ചാ എന്തോ അത്യാവശ്യം കാണിച്ച എല്ലാം പറഞ്ഞിട്ടേ ഞാൻ ഒന്ന് പോയിട്ട് വരാം. നീ ഇതെന്തുവാടെ ഇത്? കാള പോലെ വളർന്നല്ലേ, ഇപ്പോഴും അമ്മയുടെ ഇള്ളക്കുട്ടിയാണോ നീ? ഓർഡറൊക്കെ ഇങ്ങോട്ട് വരുമോ? ശ്രമിക്കാം. പോട്ടെ പോ. എനിക്ക് തോന്നില്ല അവൻ വരുമെന്ന്. നീ എന്തിനാ അവനോട് ഇപ്പൊ തന്നെ വരാൻ പറഞ്ഞത്? നല്ല നല്ല കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കണം. പെട്ടെന്ന് തീർക്കണം. നീ പറയുന്നത് കേട്ടിട്ട് അവൻ ഓവർ സ്പീഡിൽ ബൈക്ക് ഓടിച്ച് വരും. വീട്ടിൽ ഇരിക്കുന്നവർക്കാ ടെൻഷൻ. നിങ്ങളുടെ ഒരു ടെൻഷൻ, അതൊക്കെ അവൻ സൂക്ഷിച്ചു കൊടുത്തു. നിനക്കത് പറയാ വരും. അതാ വരുന്നുണ്ട്. ബാ. ഒന്നും അറിയാത്ത പോലെ വരിക കള്ളൻ. എന്താ എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? ഞാനല്ല പറഞ്ഞത്, നിന്റെ അമ്മയാ. അവളോട് ചോദിക്കും. എന്തമ്മ കാര്യം? അതൊക്കെ പറയാടാ. ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറയേ. പറയാടാ. ഈ കുട്ടി അറിയോ? ആരേത്? അറിയില്ല. ഓ, അറിയില്ല. സത്യം എനിക്കറിയില്ല. ഇത് എന്റെ മോൻ ആദിയുടെ കൂടെ പഠിച്ച പെണ്ണ.
ഇപ്പൊ മനസ്സിലായ? അല്ല, ഒരു പരിചയം ഇങ്ങനെ കിട്ടാത്ത പോലെ ഒരു മുഖം. പരിചയം വരത്തില്ല. എന്റെ മോനും ഈ പെൺകുട്ടിയും തമ്മിൽ വലിയ പ്രണയത്തില്ല. ഞങ്ങൾ രണ്ടും കൂടെ ചേർന്ന് അതങ്ങ് നടത്തി കൊടുക്കാന്ന് തീരുമാനിച്ചു. അപ്പൊ നമുക്ക് അങ്ങ് പോയാലോ? അല്ല, ഇനിയിപ്പോ പോയിട്ട് കാര്യമില്ലേ? എന്താ? ഒരു കുടുംബടക്കം ഗുരുവായൂര് തൊഴാൻ പോയേക്കില്ല. എന്ന് വരും? അറിയില്ല. അത് ശരി. പോയ കാര്യം അറിയെങ്കിൽ പിന്നെ വരുന്ന കാര്യം നിനക്ക് അറിയത്തില്ലേ? രാത്രി വരും. ആ കണ്ട. എന്നാ പിന്നെ നമുക്ക് രാത്രി പോയാലേ? എടാ, കല്യാണം ആലോചിക്കാനാണോ രാത്രി പോകുന്നത്? അറിയണ്ടല്ലോ, കല്യാണം ആലോചിക്കാൻ രാത്രി വീട്ടിൽ പോയി ചേഞ്ച് കിളി പോയാ നിന്റെ. മരിക്കുന്നതിന് മുമ്പ് അവന്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ പറ്റിയിട്ടുണ്ട്. ദാ കഴുത്തിലെ മുറിവ് കണ്ടോ? കാറിന്റെ മുൻ സീറ്റിലും പിൻ സീറ്റിലും ഒരുപാട് ബ്ലഡ് ഉണ്ടായിരുന്നു. ഈ വിവരം ഞാനിവിടുത്തെ ലോക്കൽ പോലീസുകാരോട് പലതവണ പറഞ്ഞതാ. ഇതെല്ലാം ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് ചന്ദ്രേട്ടാ. ഇതൊരു സൂയിസൈഡ് അല്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കാറിനുള്ളിൽ വെച്ച് അവനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അല്ലാതെ എങ്ങനെ ഈ കാറിനകത്ത് കത്തിയൊക്കെ വരുന്നത്? ആദ്യം അമ്മയുടെ എല്ലാ കാര്യം ഷെയർ ചെയ്യുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ. ആദ്യമുള്ള ഫ്രണ്ട്സിൽ ആരെങ്കിലും ശത്രുക്കളുള്ളതായിട്ട് അറിയാവോ? അങ്ങനെ ആരും ഇല്ല. അവന് ഫ്രണ്ട്സ് കുറവാ, ആകെ 5-6 പേരേ ഉള്ളൂ. അവനൊരു പ്രേമം ഉണ്ടായിരുന്നത് ആ വഴിക്ക് എന്തെങ്കിലും പ്രശ്നം? അല്ല, ജെന്യുവിനായിട്ടുള്ള പ്രേമമൊന്നും ഇപ്പോൾ അധികം ഇല്ല. രാഘവൻ ഉദ്ദേശിക്കുന്നത് ആ പെൺകുട്ടിക്ക് വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ബന്ധം? അല്ല ചന്ദ്രേട്ടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലോ ഔട്ട് ഹൗസിലോ പുറത്തുനിന്ന് വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഇവിടെ അങ്ങനെയൊന്നും താമസിക്കുന്നില്ല. പക്ഷേ ഈ ഔട്ട് ഹൗസിൽ ഒരു ജോലിക്കാരൻ താമസിക്കുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടാലോ? പിന്നെന്ത്, വാ. सर आलू सब्जी बना रहा था करी के लिए। ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഇതാരാണെന്ന് മനസ്സിലായോ? पुलिस ക്രൈം ബ്രാഞ്ചിൽ നിന്നാ. समझा കേരള പോലീസ് ആണെന്ന്. तेरा नाम क्या है? उदित हाँ? उदित पूरा नाम? उदित बोरा किधर से? आसाम से सर। इधर कितना साल हो गया? 3 महीना। है? 3 महीना। ये कौन है? लवरा? बात करो, बात करो, हम जा रहे हैं. हेलो तनु। अरे आज नहीं मिल सकता यार, थोड़ा काम है। हम कल मिलते हैं ना बाबू? पक्का पक्का कल मिलते हैं, चलेगा ना? अम्मा आज की रात नशा हो। ഈ രാഘവനെ കൊണ്ട് കൂട്ടിയാ കൂടുമെന്ന് തോന്നുന്നില്ല. അതെന്തിപ്പ അങ്ങനെ തോന്നാൻ? അതല്ല, ഈ കേസിനൊരു ഡെവലപ്മെന്റ് ഇല്ല. മാത്രമല്ല എവിടേക്കോ എന്തൊക്കെയോ തടസ്സങ്ങൾ പോലെ. എന്നാ നമുക്ക് CBIക്ക് വിട്ടാലോ? ഞാനും അത് ആലോചിക്കായിരുന്നില്ല. രാഘവനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ CBIക്ക് വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് പോലീസിനെ വില കുറച്ച് കാണുന്ന പോലെ ആവില്ലേ? ഓഹോ, സ്റ്റേറ്റ് പോലീസാണോ വലുത്, അത് നമ്മുടെ മോനാണോ? എന്തായാലും ഞാൻ നാളെ മന്മഥൻ വക്കീലിനെ പോയി ഒന്ന് കാണാം. ആ, അതെന്തായാലും ഒന്ന് നാളെ പോയി നോക്ക്. എനിക്ക് ഉറപ്പാ നമ്മുടെ ആദ്യമോൻ ആത്മഹത്യ ചെയ്യില്ല. അവനെ മനഃപൂർവ്വം ആരോ എന്തോ ചെയ്തതാ.
രാഘവൻ പറഞ്ഞതുപോലെ നമ്മളെ മോൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് വേറെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവനായിരിക്കോ നമ്മുടെ മോനെ കൊന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവോ? പിന്നെ മനുഷ്യത്വവും മനസാക്ഷിയൊക്കെ നശിച്ച നാടായത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളെങ്ങനെയാ ആ കൊച്ചിനോട് ചോദിക്കുന്നത്? അതും ശരിയാ. ഒരു പെൺകൊച്ചിനോടൊക്കെ ഇങ്ങനെയുള്ള കാര്യം എങ്ങനെയാ പോയി ചോദിക്കുന്നത്? ആലോചിച്ചിട്ടാണെങ്കിൽ തലയ്ക്ക് ചൂട് പിടിക്കുന്നു. നിങ്ങളിപ്പോ ഓരോന്ന് ആലോചിച്ച് അസുഖം വരുത്താതെ. ഞാനെന്തായാലും നാളെ മന്മഥ വക്കീലിനെ പോയി ഒന്ന് കാണാം, എന്നിട്ട് തീരുമാനം എടുക്കാം. അതാ നല്ലേ. നീ കിടക്ക്. ഞാൻ ഇന്നലെ ചന്ദ്രേട്ടനെ കണ്ടിരുന്നു. ചന്ദ്രകുമാറും ഭാര്യ എന്താ പറയുന്നത്? ചേട്ടനും ഭാര്യ ആകെ വിഷമത്തിലാണ്. അല്ല, ഈ കൊലപാതകമാണെന്ന് പറയാനുള്ള കാരണം എന്താ? അവരിപ്പോഴും പറയുന്നത് ആദിയുടെ മരണം ആത്മഹത്യ അല്ലെന്ന് തന്നെയാണ്. ഓക്കെ. ആദിയുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും, പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒന്നും കാണുന്നില്ല. ഓക്കെ. ഞാൻ ഇന്നലെ സർജനെ കണ്ടിരുന്നു. ഈ ആദിക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ചില ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ. ഇനിയിപ്പോ ആ വശത്തോടെ നോക്കുന്നത് നല്ലതായിരിക്കും. ആ, ഒരു മിനിറ്റ്, സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരുന്നുണ്ട്, ഞാൻ വിളിക്കാവേ. ഓക്കെ. ആ, പറയടോ. സാർ, ഈ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിന്റെ ഓണറെ അറിയില്ലേ? ആ, ചന്ദ്രേട്ടൻ. സാർ, അദ്ദേഹത്തെയും ഭാര്യയും മരിച്ച നിലയിൽ കണ്ടെത്തി. എവിടെ? സാർ, വീട്ടിലാണ് ബോഡി കണ്ടത്. എപ്പോഴായിരുന്നു? സാർ, ഇന്ന് രാവിലെയാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ഇന്ദ്രഗിരി ഓഡിറ്റോറിയല്ലേ, അതിന്റെ മാനേജർ വീട്ടിലെത്തിയപ്പോഴാണ് രണ്ടുപേരുടെയും ബോഡി കണ്ടത്. ആ, എല്ലാ ചാനലിലും ന്യൂസ് പോകുന്നുണ്ട് സാർ. ആ, സാർ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വരാം. കോട്ടയം ഇന്ദ്രഗിരി ഓഡിറ്റോറിയം ഉടമ ചന്ദ്രകുമാറിനെയും ഭാര്യയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കോട്ടയം മലരിക്കലുള്ള വീട്ടിലെ ബെഡ്റൂമിലും ഹാളിലുമായാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ചന്ദ്രകുമാറിന്റെ മകൻ ആദിത്യൻ 5 വർഷങ്ങൾക്ക് മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞിരുന്നു. ആദിത്യന്റെ മരണം കൊലപാതകമാണെന്നുള്ള ചന്ദ്രകുമാറിന്റെ ആരോപണത്തെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിനിടയിലാണ് ചന്ദ്രകുമാറിന്റെയും ഭാര്യയുടെയും മരണവും സംഭവിച്ചിരിക്കുന്നത്. ലോക്കൽ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സാറേ, ഇയാളെ ബോഡി ആദ്യം കണ്ട്. താനേതാ? സാറേ, ഞാൻ ഇവിടുത്തെ ഓഡിറ്റോറിയത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ്. അപ്പൊ നാളെ ഒരു ബുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. വന്നപ്പോ സാറേ, ഇവിടെ ബെല്ലടിച്ചിട്ട് കുറേ സമയം ഞാൻ ഇവിടെ നിന്നു. അപ്പോൾ ആരെയും കണ്ടില്ല. അപ്പോൾ അധികം നേരം നിന്നു. അതിനുശേഷം ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് ഡോർ തുറന്ന് കിടക്കായിരുന്നു. അപ്പം ഞാൻ അകത്തേക്ക് കയറി ചെന്നപ്പോൾ സാറും ഭാര്യയും. ആ ഔട്ട് ഹൗസിലൊരു ഹിന്ദിക്കാരൻ താമസിച്ചിരുന്നില്ലേ? അവനെ കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ ഒരുത്തന്നെ ഉണ്ടായിരുന്നു സാറേ, പക്ഷേ ഇപ്പം അവനെ അവിടെ കാണുന്നില്ല. പിന്നെ അവനെ കുറച്ച് തുണിയും പാത്രങ്ങളും സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. സാറേ, ഈ സംഭവം കണ്ട അപ്പോൾ തന്നെ ഞാൻ ഓടി ഔട്ട് ഹൗസിലേക്ക് എത്തുന്നു. അവിടെ ചെന്നപ്പോൾ അവനവിടെ ഇല്ല. ഇതുവരെ അവനെ പിന്നീട് കണ്ടിട്ടുമില്ല. അവൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവനെ പൊക്കണം. അവൻ വന്ന് കളിച്ച തലം മാറിപ്പോയി. കേരള പോലീസിനോട് അവൻ്റെ കളി. ഹലോ സാർ, ഞങ്ങളിപ്പോൾ ഇന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലുണ്ട്. അതുപോലെ മാള പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയ വിവരം അനുസരിച്ച് ഞങ്ങളൊരാളെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അത് അവനാകാൻ തന്നെ ചാൻസ്. പിന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ലോഡ്ജിൽ ഒരാൾ ഷട്ടിൽ രക്തക്കറയുമായി എത്തിയെന്ന് അറിയാൻ കഴിയും. ഞങ്ങൾ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു. $2 കിലോ ചിക്കൻ.
तुमको मलयालम आता है क्या? आता है सर। तू मलयाली लोगों को जानता है क्या? जानता हूँ सर। सच सच बोलना, उधर क्या हुआ था? सर मैं 3 महीने से इधर काम कर रहा हूँ। वो बहुत काम देता था, सैलरी टाइम पे नहीं देता था, बहुत गुस्सा भी करता था, हारता भी था। फिर मैंने कितने बार कॉल किया तुझे, फोन ही नहीं उठाता तू। बाबू मैं थोड़ा बिजी थे ना। क्या बिजी बिजी? कोई चक्कर वक्कर तो नहीं चल रहा है ना? ऐसा मत बोलो यार, तू ही है ना मेरा चक्कर। अच्छा ठीक है, तो बता अगले हफ्ते क्या है? अगले हफ्ते हम फिर मिलने वाले हैं, समोसा खाएंगे। अगले हफ्ते मेरा बर्थडे है। हैप्पी बर्थडे बाबू। छोड़ो, बोलो ना। तुझे अभी प्यार ही नहीं है कुछ। अरे तेरे वजह से मैं जी रहा हूँ ना, तो ऐसा मत बोलना बाबू। अच्छा ठीक है, वो सब छोड़ो। अगले हफ्ते मुझे तू क्या गिफ्ट देगा? मैं खुद को ही दे दूंगा ना, तुझे क्या चाहिए? उस सब की जरूरत नहीं है, पर मुझे बस एक चीज की जरूरत है। क्या चाहिए? ये फोन है ना, बहुत पुराना हो गया, चलता ही नहीं है। मुझे एक नया फोन दिलाओ। नया फोन दिलाएगा तो क्या? मुझे क्या देगी? मैं क्या देगा? मेरे पास तो कुछ नहीं है ना। तेरे पास एक चीज है। क्या? तेरी ये खूबसूरती। अच्छा ठीक है, वो देगा, लेकिन पहले मुझे एक फोन देना चाहिए। पक्का? दे दे। ठीक है। अच्छा ठीक है, ये ना बहुत पुराना हो गया बहू, मतलब कुछ वर्क ही नहीं करता। ഇവിടെ തന്നോട് ആരാ പറഞ്ഞത് അഡ്വാൻസ് വാങ്ങിക്കാതെ ഡേറ്റ് ബുക്ക് ചെയ്യാൻ? ആരാ പറഞ്ഞത്? ഞാൻ ഇതേ ഡേറ്റിൽ കുറച്ച് കുട്ടികൾക്ക് അരങ്ങേറ്റം നടത്താൻ ഓഡിറ്റോറിയം കൊടുക്കാതിരിക്കായിരുന്നു. സാർ അതത്ര ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തതാണ്. ഉറപ്പ്? ഇതിപ്പോൾ ആ കുട്ടികളോട് ഞാനിപ്പോൾ എന്തോ പറയും? ഇതേ ഡേറ്റിൽ വേറെ പരിപാടി വന്നില്ലെങ്കിലേ എനിക്ക് സാലറി ഉണ്ടാവില്ല. പറഞ്ഞേ. അല്ല സാർ, അവർ നേരത്തെ നമുക്ക് പ്രോഗ്രാം തന്നിട്ടുള്ളതാണ്. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്താടാ ചേട്ടാ, നീ ഓഡിറ്റോറിയത്തിൽ പോയില്ലേ? ഞാൻ പോവായിരുന്നു ചേട്ടാ. പിന്നെ എന്ത് പറ്റി? ചേട്ടാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തോന്ന് കാര്യം? മുझे थोड़ा പൈസ चाहिए था. ഫസ്റ്റ് ഇവിടെ കിട്ടാനുള്ള പൈസയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയാണ് നിന്റെ പൈസ. എത്ര വേണം? 20,000 ചേട്ടാ. എത്ര? 20,000. ഫസ്റ്റ് കണ്ട, മാസം 12,000 രൂപ ശമ്പളം വാങ്ങുന്ന അവന് ഞാൻ 20,000 രൂപ കടമായിട്ട് കൊടുക്കണോ? നടന്ന പോലെ തന്നെ. പ്ലീസ് ചേട്ടാ, थोड़ा अर्जेंट था ചേട്ടാ. നീ ഓഡിറ്റോറിയത്തിൽ പോയി പണിയാൻ നോക്ക്, പോ ചെല്ല്. പ്ലീസ് ചേട്ടാ. എടാ നിന്നോടല്ലേ പറഞ്ഞേ പോയി ഓഡിറ്റോറിയത്തിൽ പണി ചെയ്യാൻ? എനിക്ക് വേറെ ഇവിടെ പണിയുണ്ട്. ചേട്ടാ ഒന്ന് പോയാളാന്നൊന്ന് അവിടെ വേറെ നിൽക്കാണ് ഇടയ്ക്ക്. ചേട്ടാ പ്ലീസ്. നിന്നോട് പോകാനാ പറഞ്ഞ? ഇവിടെ നിനക്ക് ഓഡിറ്റോറിയത്തിൽ പണിയൊന്നുമില്ലേ? ഒരാൾക്ക് പോകാൻ നോക്ക്. ഭ്രാന്ത് എടുത്തിരിക്കുമ്പോ ചെല്ല്. പൈസ എന്ന് പറഞ്ഞു എന്താടോ താനതൊന്ന് വിളിച്ച് ചോദിക്കാം. അവിടെ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതേ ഡേറ്റിൽ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യില്ലെങ്കിൽ തന്റെ ശമ്പളം ഞാൻ കട്ട് ചെയ്യും. പറഞ്ഞേ. ഓ ചെല്ല്. രാവിലെ ഒന്ന് ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തന്മാർ കയറി വരും. അവന് 20,000 ഉള്ള ഡേറ്റ് കൂടെ കൊണ്ട് കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. को देखा तो ऐसा लगा और सामने बा. ഈ പുള്ളിയുടെ ഒരു ഫോൺ ഇവിടെ എവിടെ പോയി? നീ കണ്ടായിരുന്ന? ഞാൻ കണ്ടില്ല ചേട്ടാ, मैं अभी आया. നീ ഇപ്പൊ വന്നേ ഉള്ള? പണിയൊന്നും കഴിഞ്ഞില്ലേ? വീട്ടിൽ നിന്ന് വന്നിട്ട് 1 മണിക്കൂർ ആയല്ലോ. ഇല്ല ചേട്ടാ, പാനി नहीं था ना, तो मोटर ഇട്ടിട്ട് अभी बस क्लीनिंग बाकी है. എവിടെ പോയി ചേട്ടന്റെ ഫോൺ? എൻ്റെ സ്റ്റെയറില്ലേ, അത് പോണ വഴി ബാത്റൂം പോയാൽ ചാൻസ്. ലെഫ്റ്റിലാ റൈറ്റിലാ? ലെഫ്റ്റ്. ലെഫ്റ്റ്. പക്ക है ना?
हम देखते चल देखे तो ഏത് മോഡൽ ഫോണാ ചേട്ടാ? വിവോ 200 സിൽവർ കളർ കവർ ഉണ്ട്. കവർ ഉണ്ട്, സിൽവർ സിൽവർ. അപ്പ് കിധർ രഖാ താ ഫോൺ? ഈ പോക്കറ്റ്. പോക്കറ്റിലാ? ചേട്ടാ വഴിയിൽ വീണ് കാണുമല്ലോ, അത്ര ഗട്ടറല്ലേ റോഡില്? എന്റെ പോയിട്ടുണ്ട്. അപ്പൊ നീ കണ്ടില്ല? ഇല്ല ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വരുന്ന വഴിയിലേക്ക് ഒന്ന് നോക്കി നോക്കാം. ചിലപ്പോ അവിടെ എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിലോ. हाँ मेरे पास मिलेगा ना, ഞാൻ മോലാളിയുടെ കൈ കൊടുക്കാം. ശരി, ഒന്ന് നോക്ക്, കിട്ടുന്നെങ്കിൽ എടുത്ത് വെച്ചേ നോക്കാം കേട്ടാ. ആ ശരി ശരി. बिंदी में अच्छा लग रही तू. सच में? फिर अच्छा तो बता, आज का दिन का स्पेशल क्या है? आज का स्पेशल मुझे नहीं पता था, किसको पता है? अच्छा तो बोल ना. मेरी बाबू का बर्थडे है. तो याद है? और क्या? और कुछ याद है? तनु क्या? हैप्पी बर्थडे डियर. बस हैप्पी बर्थडे और कुछ नहीं? कौन बोला नहीं? नया फोन? ये तो सेकंड हैंड है ना? नया लेने के लिए मेरे पास किधर है पैसा, पर अगले बर्थडे में ना पक्का तेरे को नया ला. पक्का? तेरी कसम. अच्छा ठीक है, अभी के लिए थैंक यू. बस थैंक यू. और क्या? भूल गई क्या? क्या? तेरी खूबसूरती दे देगी बोली थी. याद है मुझे, लेकिन उसके लिए तुम्हें थोड़ा इंतजार करना पड़ेगा. अब से मेरे से इंतजार नहीं होगा. अरे सुनो ना बाबू, वो क्या बात है कि ना कि मेरी माँ की तबीयत बहुत खराब है, अभी मैं शादी नहीं कर सकती, मुझे थोड़ा पैसे का जरूरत है. मेरे पास किधर है पैसा, मैं किधर से लाऊं पैसा? अपने मालिक से पूछ लेना. अरे वो पैसा नहीं देता है. एक बार मेरे लिए तो पूछ लो. अरे मैं पूछा था, वो देता नहीं. देखो मेरे लिए बस तू ही है, पूछो ना मेरे के लिए. पैसा लाएगा तो तू मेरे से शादी करेगी? हाँ पक्का. पक्का? हाँ वादा देती हूँ तुझे, प्लीज. ठीक है, तेरे लिए और एक बार मैं पूछ लेता हूँ. पक्का ना? हाँ विश्वास कर मेरा. ठीक है. अच्छा ठीक है. ये कौन सा फोन है बे? ये टीवो. क्या? टीवो का हाँ कहाँ से लाया? लाया है, मतलब अपना वो मेनका से. हाँ अच्छा है. एक फोटो निकालते. हाँ ठीक है. ले ले. कैमरा कहाँ है? इधर ही है ना. हाँ अच्छा वाला है. हाँ तो चल 6 बज गया, वो आएगा अभी. कौन? मैं जाऊँ क्या? मालिक. मिलते हैं ना नेक्स्ट वीक. इतनी जल्दी? पक्का पक्का आप मिलते हैं. तेरे से नहीं है तो किससे मिलेगा मैं? अच्छा ठीक है, जाकर कॉल करना. पक्का. सच में? हाँ करेगा ना. ठीक है. तू संभाल के जा, वो बस स्टॉप से बस. हाँ तू भी. हाँ ചേച്ചി എന്താടാ? ചേച്ചി എനിക്ക് കുറച്ച് കാശ് വേണം. അമ്മ ഹസ്പതാൽമേ. നീ ചേട്ടനോട് ചോദിരി. ചേച്ചി ഞാൻ ചോദിച്ചു ചേച്ചി, वो नहीं दे रहे ചേച്ചി, एक बार बात करना. എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? ചേട്ടന്റെ കയ്യിലല്ലേ കാശ്? നീ ചേട്ടനോട് ചോദിക്ക്. പ്ലീസ് ചേച്ചി, ചേച്ചി പറഞ്ഞാൽ തരും ചേച്ചി. നീ പോ, വേറെ വല്ല പണിയുണ്ടോ നോക്ക്. പോ പോ. പ്ലീസ് ചേച്ചി.
നിങ്ങളോട് ആ ഉദിത്ത് കാശ് ചോദിച്ചായിരുന്നോ? എന്നോട് ചോദിച്ചു 20,000 രൂപ. അപ്പൊ ഞാൻ പറഞ്ഞതെന്നറിയോ, 12,000 രൂപ ശമ്പളം വാങ്ങുന്ന നിനക്ക് ഞാൻ 20,000 രൂപ കടം തരണമെന്ന്. ആള് ചമ്മിപ്പോയി. എന്തേലും ഇച്ചിരി കൊടുക്കായിരുന്നു. കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ വാങ്ങിച്ചിട്ട് അവൻ നാട് വിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആരോട് പോയി ചോദിക്കും? അതും ശരിയാ, ഇവനെയൊന്നും വിശ്വസിക്കാനും പറ്റില്ല. പിന്നില്ലാതെ പോലീസ് ജീപ്പാണല്ലോ വരുന്നത്. ഇനിയിപ്പോ രാഘവനാണോ അതോ എന്തോ കാര്യം കാണും. എന്താ രാഘവ എല്ലാരും കൂടെ? അല്ല എന്തിനാ ഈ പുള്ളിയുടെ ഫോൺ കഴിഞ്ഞ ദിവസം ഒന്ന് മിസ്സായിരുന്നു. പുള്ളി ഞാൻ കണ്ടതാണല്ലോ, നമ്മൾ രണ്ടുപേരും കൂടെ ഓഡിറ്റോറിയത്തിൽ പോയി ഇന്നലെ നോക്കിയതാണല്ലോ. പക്ഷെ IMEI നമ്പർ വെച്ച് നമ്മൾ ലൊക്കേഷൻ ട്രേസ് ചെയ്തപ്പോൾ അവളുടെ വീട്ടിൽ വെച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. ഈ പുള്ളി ഫോൺ തിരിച്ചറിയുകയും ചെയ്തു. അതിനിപ്പോ ഇവിടെ എന്താ? ഇന്നലെ കണ്ട ഓടിച്ചു വെച്ച പയ്യനില്ലേ, അവനെടുത്തത് ഫോൺ. ആര്? ഉദിത്താ? എന്താ പേരൊന്നും അറിയില്ല, അവൻ തന്നെ. ആ ചെറുക്കൻ അടിച്ചു മാറ്റിയ ഫോണാണ് ഇവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. ഇവൾ അവന്റെ കാമുകിയാണ്. അവനെ ഒന്ന് വിളിച്ചത് എന്തേട്ടാ? അവൻ എവിടെയാടി? അവൻ ഇവിടെങ്ങാനും ഉണ്ടാവും. സാറേ എന്തിനാണോ മാറി? ഇങ്ങ് വാടാ. ये फोन किसने दिया उसको? तूने क्या? ആണോന്ന്? അതെ സാർ. എടാ മോനെ, ഒറ്റ അടിക്ക് നിന്റെ വായി കിടന്ന് ആൻസ് ഞാൻ തൂപ്പിക്കും. അതെ സാർ. ചന്ദ്രേട്ടാ, ഇവനെ ഞാൻ കൊണ്ടുപോവുക. രാഘവ, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യാം. നിനക്കറിയാലോ, എൻ്റെ മകൻ്റെ മരണത്തിൻ്റെ കേസിൻ്റെ പുറകെ നടന്ന് എൻ്റെ മനുഷ്യൻ ആകെ ബുദ്ധിമുട്ടിയിരിക്കുക. നീ എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്താ? ഒരു കോംപ്രമൈസും ഇല്ല. ഇവനൊരു ഒറ്റൊരുത്തം കാരണം ഞാൻ ഇത്ര അനുഭവിച്ചത്. സാറേ ഇത് കേസാക്കണം. എൻ്റെ പൊന്നുവായി, നിങ്ങൾക്ക് ഞാൻ നഷ്ടപരിഹാരം തരാം, അതല്ലെങ്കിൽ പുതിയ ഫോൺ വാങ്ങിത്തരാം. സാറേ നടക്കില്ല. പിന്നെന്ത് വേണം? ഇത് മതി സാറേ, നീ സമാധാനായി. നീ ഫോണും വേണ്ട, ഒരു സാധനം വേണ്ട. ചന്ദ്രേട്ടാ, ഇവനെപ്പോഴുള്ള ജോലിക്ക് നിർത്താൻ നേരം ഒന്ന് ശ്രദ്ധിക്കണം. കുറെ നാളായില്ലേ ഈ നാറികൾ ഇവിടെ കയറി മേയാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഇവനെ ചന്ദ്രേട്ടനൊന്ന് സൂക്ഷിക്കണം. ഞാൻ പോകും. ഇനി മേലിൽ ഇതുപോലുള്ള തെണ്ടിത്തരം കാണിക്കരുത് പറഞ്ഞേ, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് 100 കൂട്ടം ടെൻഷനുണ്ട്. ചേട്ടൻ എന്തായാലും അടിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞാ എങ്ങനെ? ആ പോലീസുകാരൻ വന്ന് പറഞ്ഞാൽ നീയും കേട്ടയില്ലേ? നമ്മളാ ദേവന്മാർക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നതെന്ന് ആ പോലീസുകാരൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ? ടിവിയിലും പേപ്പറിലൊക്കെ എന്തൊക്കെ ന്യൂസാ കേൾക്കുന്നേ. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കേസില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? വേറൊരു സംസ്ഥാനത്ത് നിന്ന് ജോലി തേടി ഇവിടെ വരുന്ന ഒരാളിന് ജോലി കൊടുക്കുന്നതാണോ തെറ്റ്? ഇവന്മാരെയൊക്കെ നിലയ്ക്ക് കയർത്തേണ്ടത് ഇവിടുത്തെ പോലീസും നിയമങ്ങളുമാണ്. എത്ര രൂപ ജയിലിൽ ഇപ്പോഴും കിടക്കണേന്ന് അറിയാവോ? എനിക്കെന്തോ പേടി പോലെ. അവനെങ്ങനെ നമ്മളെന്തേലും ചെയ്താലോ? അതിനുള്ള കഴിവൊന്നും അവനില്ല.
നമുക്ക് അവനെ അങ്ങ് പറഞ്ഞു വിട്ടാലോ? ഈ പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞാലേ ഈ ശമ്പളത്തിന് ഏതെങ്കിലും മലയാളികൾ ഇവിടെ വന്ന് ജോലിക്ക് ചെയ്യുമോ? വേറെ ഒരാളിനെ കിട്ടുന്നവരെ അവിടെ നിൽക്കുന്നു. എന്നാലും അടിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി എടുത്തിയാട്ടം കൂടുതലാ. നീ എന്തുവാ ഈ പറയുന്നത്? അടിക്കണമെന്ന് വെച്ച് അടിച്ചതല്ല. ആ പോലീസുകാരൻ ഒന്ന് പറഞ്ഞപ്പോ കൈ വരുത്തുകൊണ്ട് വന്നു, അങ്ങനെ പറഞ്ഞു കൊടുത്തതാ. വെള്ളത്തിന് ചൂടില്ലല്ലോ. ചൂടാക്കിയാണല്ലോ, ഞാൻ ചൂടാക്കി. വേണ്ട, നീ ഇരുന്ന് കഴിക്കും. ചൂടാക്കി വേണ്ട, നീ ഇരുന്ന് കഴിക്കേ. പിന്നെ നീ എന്തോ ചെയ്യും. ചേട്ടാ, അടുക്കള വാതിൽ അടച്ചോന്നൊരു സംശയം. അങ്ങനെ ഒരു സംശയം? എനിക്കെന്തോ ഒരു പേടി പോലെ. ചേട്ടൻ ഇന്ന് അവനെ അടിച്ചില്ലേ, അപ്പൊ അവനൊരു നോട്ടം നോക്കി, ഇത് കണ്ണീന്ന് മായുന്നില്ല. അടി കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം ഉണ്ടാവില്ലേ? എന്തായാലും 2 അടിയുടെ കുറവാനുണ്ട്. എന്തോ ആലോചിക്കുന്നത്? ചേട്ടാ, ഡോർ അടിച്ച് ലോക്ക് ചെയ്തായിരുന്നു. ഈ ഡോർ നമ്മൾ ലോക്ക് ചെയ്യാറില്ലല്ലോ. അതല്ല, ഇന്ന് ലോക്ക് ചെയ്തേക്ക്. ഇതിന്റെ ഒരു കാര്യം അതെ. ഇനി എന്താ, ഉറങ്ങുന്നില്ലേ? നീ മനസ്സമാനായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. മനുഷ്യന് ഉറക്കം വരും അല്ലാതെ. ചേട്ടാ, എന്തൊരു ശബ്ദം കേട്ടല്ലോ. അതല്ല, പൂച്ചയും കാണാൻ ചാടിയാതെ. വേണ്ട, എന്താണ് നോക്കിട്ട് വരാം. വേണ്ട ചേട്ടാ, പോണ്ട. നീ കിടക്ക്, ഞാൻ നോക്കിട്ട് വരാം. ചേട്ടാ വേണ്ട. എന്താടാ നീ ഇവിടെ? പുറത്തു പോടാ, പുറത്തു പോകാൻ. पैसा चाहिए? चाबी एवड़ा? ചെറിയ സ്ഥലത്തിനകത്തോണ്ട് നീ എന്റെ തനുവിനെ പോലീസ് പിടിപ്പിച്ചില്ലേ? നീ എന്നെ അടിച്ചില്ലേ സബ്ക്കെ സാമനെ? അപ്പൊ ഞാനും ചെയ്യണ്ടേ ചേച്ചി? ടാറ്റാ ചേട്ടാ.
ആ കോടാലിയുടെ ഭാഗത്തിന്റെ ഫിംഗർ പ്രിന്റ് ചെക്ക് ചെയ്തു സാർ. ഹാർഡ് ഡിസ്കിന്റെ ചെക്ക് ചെയ്തു സാർ. ഇതിൻ്റെ ആയിട്ട് മാച്ച് ആവുന്നുണ്ട് സാർ. तेरे को अभी समझाएगा केरला पुलिस कौन है? हमारा पावर क्या है?